ഇടുക്കി പെരിഞ്ചാംകുട്ടിയിൽ വനം വകുപ്പിന്റെ കൈവശമുള്ള തേക്ക് പ്ലാന്റേഷനിൽ നിന്നും കുടിയിറക്കപ്പെട്ട വനവാസി കുടുംബങ്ങളുടെ പുനരധിവാസം 8 വർഷം പിന്നിടുമ്പോഴും അനിശ്ചിതമായി നീളുകയാണ്. 1 ഏക്കർ ഭൂമി നൽകുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കപ്പെടാത്തതിനെ തുടർന്ന് വനവാസികൾ വീണ്ടും സമരമുഖത്തേക്ക്. അർഹരായവർക്ക് ഉടൻ ഭൂമി നൽകണമെന്നും വൈകുന്ന ഓരോ വർഷത്തിനും നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ഇവരുടെ ആവശ്യം. വനംവകുപ്പിന്റെ പെരിഞ്ചാംകുട്ടിയിലെ തേക്ക് പ്ലാന്റേഷനിൽ 2009 വനവാസി വിഭാഗത്തിൽപ്പെടുന്ന 161 കുടുംബങ്ങൾ ഭൂമി കയ്യേറി താമസം ആരംഭിച്ചത്. താമസിക്കാൻ ഭൂമി ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു കയ്യേറ്റം. 2012 സർക്കാർ ഇവരെ കുടിയൊഴിപ്പിച്ചു. അന്നു മുതൽ ഇടുക്കി കളക്ടറേറ്റിന് മുമ്പിൽ കുടിൽ കെട്ടിത്തുടങ്ങിയ സമരത്തിന് 2017 പരിസമാപ്തിയായത്. 25 കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനത്തെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 2018 അർഹരായവർക്ക് ഭൂമി പതിച്ചു നൽകാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ സർക്കാർ വാഗ്ദാനം നൽകി 8 വർഷം പിന്നിടുമ്പോഴും ഉത്തരവ് കടലാസിലൊതുങ്ങുകയാണ്. ഇതോടെയാണ് പ്രതിഷേധവുമായി വനവാസി കുടുംബങ്ങൾ വീണ്ടും പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മന്ത്രി റോഷി അഗസ്റ്റിന്റെ ഓഫീസിലേക്ക് ഇവർ പ്രതിഷേധ മാർച്ച് നടത്തി. ചീഫ് സെക്രട്ടറിയും ഗവർണറും ഒപ്പിട്ട പേപ്പർ ഈ കളക്ടറേറ്റിൽ വന്നിട്ട് 8 കൊല്ലം. ഇതുവരെ അതിന് യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനത്തിന്റെയും ജീവിതത്തിന്റെയും ഒരു പ്രശ്നം. ഈ പാവങ്ങൾക്ക് ഭൂമി കൊടുത്തേ പറ്റും. വനം വകുപ്പിന്റെ എതിർപ്പും കോവിഡ് പ്രതിസന്ധിയുമാണ് നടപടികൾ വൈകാൻ കാരണമായി അധികൃതർ നടത്തുന്ന ന്യായങ്ങൾ. ഇതിനിടെ പലതവണ ജില്ലാ ഭരണകൂടം ഹിയറിംഗും പരിശോധനകളും നടത്തി. എന്നാൽ അപേക്ഷകരിൽ പലർക്കും മറ്റ് സ്ഥലങ്ങളിൽ ഭൂമിയുണ്ടെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ കണ്ടെത്തൽ. ഇത് പദ്ധതി നീണ്ടുപോകാൻ ഇടയാകുമെന്ന ആശങ്കയിലാണ് നിലവിൽ വനവാസി കുടുംബങ്ങൾ. കഴിഞ്ഞ ദിവസം സമരസമിതിയുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകിയിരുന്നു. അർഹരായവർക്ക് ഭൂമി നൽകാൻ തയ്യാറായില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് സമരസമിതിയുടെ തീരുമാനം. ജനം, ഇടുക്കി.